കുളം ചെയ്തില്ല. നമസ്തേ. നമസ്തേ. നമസ്കാരം വെച്ചേ. എന്താ പേര്? ബാലൻ. ബാലൻ അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഹെഡ്മാഷായിരുന്നു. ആ, എനിക്ക് നേരത്തെ അങ്ങനെ കണ്ടപ്പോൾ മാഷേന്ന് ഇങ്ങനെ വയൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മാഷെ വിളിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വേക്കുമെന്ന് വെച്ചോണ്ട് ഞാൻ പറയണ്ടില്ല. അതുപോലെ ഇപ്പോൾ ഒരു മാഷ കൂടെ വന്നിട്ടില്ലേ? അതും അകത്ത് തന്നെ മാഷേനെ വിളിച്ചത് രാജം മാഷ്. നിങ്ങളുടെ പേര്? ബാലൻ. ബാലൻ അല്ലേ? എവിടെ സ്ഥലം? പറമ്പൈ. പറമ്പൈ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സ്ഥലം അല്ലേ? ഏത് സ്കൂളിലെ മാഷായിരുന്നു? എടക്കാട് പ്രൈമറി സ്കൂളാണ് അല്ലേ? എത്ര കാലം സർവീസിലുണ്ടായിരുന്നു? 36 വർഷം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായത്? അവിടെ തന്നെ. ഒരു മാസം പുറത്തുണ്ടായിരുന്നു.
പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ മാഷ്? കൃഷിയുണ്ട്. ഉണ്ട് അല്ലേ? ആ. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ എന്താണ് മാഷ്, ഈ ക്ഷേത്രത്തിന്റെ ശരിക്കും പേരെന്താ? ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായതാണ്. ആ ആ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പൂരി കുടുംബം ഇല്ലമായിരുന്നു. ഏതാ ഇല്ലോ? ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളൂരിലത്തിന് ബന്ധമുള്ളതാണ് തോന്നുന്നത്. അവർക്കും ഇതിനെ കുറിച്ച് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല അല്ലേ? കാരണം ഇല്ല ഉണ്ടെന്ന് പറയുന്ന ഈ തൊട്ടപ്പുറത്തെ പറമ്പിന്റെ പേര് കുഞ്ഞില്ല എന്നാണ്. കുഞ്ഞില്ലെന്ന്. അതെ അതെ. അതുകൊണ്ട് ഇത് വലിയ ഇല്ലമാണ്. വലിയ ഇല്ലോ. ഇവര് ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ് ഭഗവതി. ഭഗവതി എന്ത് ഭഗവതിയാന്ന് അറിയില്ല. അതറിയില്ല. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ് ക്ഷേത്രത്തിന്റെ സ്വഭാവം. അവിടെ അന്ന് കുട്ടിച്ചാത്തൻ ഉണ്ടായിരുന്നില്ല. ഈ വയനാട്ടില് കുട്ടിച്ചാത്തനെ കൊണ്ട് കൊടകർക്ക് ശല്യമായപ്പോഴും ഈ കുട്ടിച്ചാത്തനെ ആവാഹിക്കാൻ പ്രാപ്തിയുള്ളവരാണ് വെള്ളൂരിലക്കാർ. വെള്ളൂരിലും തന്ത്രിമാർ പോയിട്ട് എന്ത് കുട്ടിച്ചാത്തനെ ആവാഹിച്ച് കൊണ്ടുവന്നു. അവിടെ എന്ത് ചെയ്ത് ഇവര് പാച്ചപ്പൊയ്യ എന്ന സ്ഥലത്ത്, ഇന്നത്തെ പാച്ചപ്പൊയ്യ എത്തിയപ്പോൾ കുട്ടിച്ചാത്തൻ ഈ കുടത്തുനിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പൊ ഇവിടെ ആ കാലത്ത് വള്ളിക്കെട്ടാണ് കംപ്ലീറ്റ്. എനിക്ക് തോന്നി 948 NE ബാലറാം ഒളിച്ച സ്ഥലമാണിത്. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് പിടിക്കുന്നതായിട്ട് ഒളിച്ച് താമസിച്ച സ്ഥലമാണ് ഈ വള്ളിക്കെട്ടും കാര്യങ്ങളൊക്കെ. അപ്പോ അന്ന് കുട്ടിച്ചാത്തൻ ഇറങ്ങി ഓടിയത് കൊണ്ട് ആ സ്ഥലത്തിന് പാച്ചൽ പൊയ്കയാണ് പാച്ചപ്പൊയ്കയായി മാറിയത്. പാച്ചൽ പൊയ്ക അല്ലേ? അത് ഇന്നത്തെ പാച്ചപ്പൊയ്കയായി മാറി. ഇവിടെ വന്നപ്പോൾ ഈ തന്ത്രിമാർക്ക് ഇവിടെ വന്നിട്ട് പൂജാതി കർമ്മം നടത്താൻ പ്രയാസമുണ്ട്. കാരണം അവർ ആദ്യം നമ്പൂരിമാരാണ്. അവരെന്ത് ചെയ്ത് മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് പൂജ നടത്തും. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വരാനുള്ള പ്രയാസം കൊണ്ട് അവരെന്ത് ചെയ്തു, കുട്ടിച്ചാത്തനെ ആവാഹിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. മമ്പറം പുഴക്കന്ന് പാലമില്ല. ഇവിടെ നാവാഹിച്ച് കൊണ്ടുപോയപ്പോൾ മമ്പറം പുഴക്കെത്തിയപ്പോൾ കുട്ടിച്ചാത്തനും ഭൈരവനും ഇറങ്ങി ഓടിക്കളഞ്ഞു. വീണ്ടും ഓടി തിരിച്ച് ഇവിടെ തന്നെ വന്നു. പിന്നെ അവരെന്ത് പുണ്യാകം കഴിക്കാൻ, കർമ്മം കഴിക്കാൻ മാസത്തിൽ 1 വർഷം തരും. അപ്പോൾ സ്ഥിരം ഇവിടെ വരുന്ന പ്രയാസം കൊണ്ട് അവരെ പ്രയാസം മനസ്സിലാക്കിയിട്ട് വെള്ളൂരിലെ തന്ത്രിമാർ എന്ത് പറഞ്ഞ് പിന്നെ ഇങ്ങനെ വരാനുള്ള പ്രയാസം കാണിച്ചപ്പോൾ കുട്ടിച്ചാത്ത സ്വപ്നം കാണിച്ചു. ഈ പറമ്പ് ഈ സ്ഥലത്തിൻ്റെ ഉടമകളാണ് ഓലായിക്കരി ഇല്ലക്കാരതാണ് സ്ഥലം. അവരെടുത്ത് പറഞ്ഞ് എൻ്റെ സ്ഥലം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അവര് ഓലായിക്ക് ഇല്ലക്കാർക്ക് വെള്ളൂരിലക്കാർ പതിച്ചു കൊടുത്ത സ്ഥലമാണിത്. ഇതിന് അളവുകളില്ല, ഇങ്ങനെ ചുറ്റും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു കുട്ടിച്ചാമടം എന്നാണ് രജിസ്റ്റർ. ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് കുട്ടിച്ചാമടം. കുട്ടിച്ചാമട അങ്ങനെയാണ്. കുട്ടിച്ചാം തന്നെയാണ്. ഞാൻ നോക്കിയായിരുന്നു കുട്ടിച്ചാമടം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഇവര് വന്നിട്ട് കർമ്മം നടത്തും. അപ്പൊ ഇവിടെയുള്ള ഭഗവതിനെ അങ്ങ് കൊണ്ടുപോയി ശ്രമിച്ചു ഇല്ലത്തേക്ക്. ഭഗവതിക്ക് സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് ഇവര് ഭഗവതി എന്ത് ഇപ്പോഴും ഇവിടെ അലഞ്ഞു നടക്കുന്നതാണ് ഐതിഹ്യം പറയുന്നു. പലരും കണ്ടതായിട്ട് പറയുന്നു. ശാന്ത സ്വരൂപമാണ്. പക്ഷേ ഉഗ്രസ്വരൂപിണി ആയിരിക്കൂലേ? അറിയില്ല, പക്ഷെ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ പ്രാർത്ഥിച്ചവർക്ക് ഒരുപാട് കുട്ടികൾക്ക് കല്യാണവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് ഇവിടെ ഉണ്ട്. അതെ, ഇവിടെയുണ്ട്. അങ്ങനെ പറയുന്നത് കേട്ടു. എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് വീടാവത കൂട്ടർക്ക്, സന്താവാന കൂട്ടർക്ക് ദേവി എല്ലാം പ്രത്യക്ഷമായി കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് സ്വർണ്ണ പ്രശ്നം വെച്ചില്ലായിരുന്നു ഇവിടെ? വെച്ചിരുന്നു. അപ്പൊ അതിലും പറയുന്നില്ല ദേവിന്റെ പേരെന്താ? ദേവിന്റെ പേര് പറയുന്നില്ല, മറിഞ്ഞിരിക്കുകയാണ്. സ്ഥാനം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. അതെ, സ്ഥാനം കൊടുക്കണ്ട, കർമ്മം കഴിക്കും, സങ്കല്പിക മാത്രം. അപ്പൊ അതുകൊണ്ട് അലഞ്ഞ പലരും കണ്ടു എന്ന് പറയുന്നു. കാരണം ഒരു വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു ഉപദ്രവിക്കാത്തൊരു തരത്തിലുള്ള ഇതായിട്ടാണ് പറയുന്നത്. പിന്നെ മാഷേ ഭൈരവന് സ്ഥാനമുണ്ടോ ഇവിടെ? ഭൈരവന് സ്ഥാനമില്ല. അതും ഇതുപോലെ തന്നെ ഒരു ചാത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ ഈ കൗള സമ്പ്രദായമാണോ അല്ലെ ശാക്തി സമ്പ്രദായമാണോ? അല്ല, ഇത് ഉത്തമമാർഗാണോ വൈദ്യമാർഗാണോ? ഉത്തമമാർഗം അല്ലെ. അപ്പൊ നമ്പൂരിമാർ ചെയ്യുന്നത്. നമ്പൂരിക്ക് സ്ഥിരം വരാൻ കഴിയാത്തതുകൊണ്ട് ഈ മാണിയത്ത് തറവാട്ടുകാർ അതെവിടെ വരും? അത് അവര് ഈ അടുത്ത് മാണിയത്ത് തറവാട് ഈ നാട്ടിൽ തന്നെ. അന്ന് ഇവിടുത്തെ ഒരു പ്രഗത്ഭമായ തറവാട് മാണിയത്ത് തറവാട്. അവര് ഏൽപ്പിച്ചു, അതായത് തീർ ഈ പൂജ കഴിക്കാൻ വേണ്ടി, വിളക്ക് കത്തിക്കാന് പൂജ കഴിക്കാനൊക്കെ അവര് ഏൽപ്പിച്ചു. ആ പ്രത്യേക പൂയത്തറ എന്ന് പറഞ്ഞ ആദ്യം കണ്ട ആ സ്ഥലം അവരെ ഏൽപ്പിച്ചാണ്. അവർക്ക് ചാർത്ത പ്രകാരം കൊടുത്തതാണ്. ചാർത്ത പ്രകാരം എഴുതി കൊടുത്താണ്. ഇന്നും അതിന്റെ അവകാശികൾ പരമ്പരയായിട്ട് അവർ ഈ കോമരം എന്ന് പറഞ്ഞ ആൾ മാറിയിട്ട് അവരെ കുടുംബത്തിനേ വരാൻ പാടുള്ളൂ. എത്ര കോമരങ്ങളുണ്ട്? ഒറ്റയുള്ളൂ, ഒരു വെളിച്ചപ്പാടില്ലല്ലോ. ഇല്ല.
പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ചാത്തൻ നമ്മൾ പറയുന്നത് അല്ല, ഞാൻ തേടി നടന്ന് എത്തിയപ്പം കണ്ടെത്തിയതെന്ന് വെച്ചാൽ മലദൈവങ്ങളുടെ ദൈവമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആദിവാസികളായിരുന്നു മുമ്പ് കാലത്ത്, അവരായിരുന്നു അവരെ ദൈവമായിട്ടാണ് അവർ പൂച്ചു വരുന്നത്. കൂളിദേവിയുടെ ഈ കൂളിദേവിയും ശിവനും തമ്മിലുള്ള സംയോഗത്തിലുണ്ടായ, അതെ അതെ, അതും ജടയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത് അല്ലെ, ജട പറിച്ചു ചാടിയിട്ട് അതിൽ നിന്നുണ്ടായതാണ്. അതായത് മഹാവിഷ്ണു കൂളിദേവിയായിട്ട് മാറിയിരുന്നു. അതെ അതെ, അങ്ങനെ ഈ മഹാവിഷ്ണുവിനും ഇതും ഉണ്ടായതുകൊണ്ട് ഈ വൈഷ്ണവ സങ്കല്പം, ശൈവ വൈഷ്ണവ സങ്കല്പമാണ് ചാത്തൻ. അതെ, പക്ഷെ അത് ചാത്തൻ സ്വഭാവം കൂളിദേവിയുടെ ഈ സങ്കല്പത്തിലാണ് വരുന്നത് കൊണ്ടാണ് ഈ പിന്നെ ഇങ്ങനെ ഒരു താണ ഒരു കോലത്തിൽ വരുന്നത്, ചാത്തൻ സ്വഭാവത്തിൽ വരുന്നത്. പിന്നീട് തൈതീയം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തുനിന്ന് ഈ പിന്നെ ഈ വെള്ളൂരിലെത്തുന്ന ചക്ക കേട്ടപ്പോൾ കള്ളന് പോകാൻ പറ്റിയില്ല, പിടിച്ച് പുലരുന്ന പേരെ കറങ്ങി. ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് കഴുക് മുറിച്ചിട്ട് ഇവർ കൊണ്ടുപോകാൻ പറ്റില്ല. പുലരുന്നത് വരെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അവസാനം കണ്ടപ്പോൾ പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോകുന്നത്. അങ്ങനെ പോയി. അങ്ങനെ ഐതിഹ്യയുടെ സ്ഥലമാണിത്. ജനക്ക് പിന്നെ വിളിച്ചാ വെളിപ്പുറത്ത്. പിന്നെ ഏത് വർഷമാണ് ഇത് ഇവിടെ, അല്ല ഏത് മാസമാണ് ഇവിടെ ചാത്തനെ കെട്ടിയാടിക്കാറ്? മീനം 15, 16, 17 3 ദിവസത്തെ പരിപാടി. തീ കുട്ടിച്ചാത്തൻ എന്ന് വെച്ചാൽ തീ എങ്ങനെയാണോ, പന്തം കൊണ്ട് മാത്രമാണോ? അല്ല, ഹോമകുണ്ടം ഉണ്ടാക്കും. ആ അഗ്നിയിൽ ഈ വയറി എടുക്കുന്നുണ്ടോ? തട്ടിത്തെറിപ്പിക്കൽ. ചവിട്ടിത്തെറിപ്പിക്കലോ അല്ല തട്ടിത്തെറിപ്പിക്കൽ? ഒറ്റ തെയ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നേർച്ചയോ? നേർച്ച 10-50 ഉണ്ടാവും. അത് പറയാൻ പറ്റൂല അല്ലേ? അത് നേർച്ചയെല്ലാം ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പാന്ന് ഇവിടെ വന്ന് നിങ്ങളായിട്ട് ഒരു മാസം മുൻകൂട്ടി ഞങ്ങള് ഈ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. ഡേറ്റ് മാറൂല, പക്ഷെ എന്നാലും ഓരോ കൊല്ലം കമ്മിറ്റി 900 ഇംഗ്ലീഷ് മാസം ഏതാ പറഞ്ഞേ? ഇംഗ്ലീഷ് മാസം ഏതാ പറഞ്ഞേ? മാർച്ച് 29, 30, 31. അപ്പൊ അതിന് മുമ്പിട്ട് വന്ന് പറയേണ്ടി വരും. ജനുവരി ഫെബ്രുവരിയിൽ വന്ന് പറയേണ്ടി വരും അല്ലേ? ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ചെയ്യാന്ന് പറഞ്ഞാല് അന്നത്തെ അന്നദാനം ഉണ്ടോ? ഉണ്ട്, 3 ദിവസം ഉണ്ട്. അത് പുറമെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലോ? ഈ നാട്ടുകാരെ കമ്മിറ്റിയാണ് ഇപ്പൊ നടന്നത്. കാരണം നമ്പൂരി പറഞ്ഞ് എനിക്ക് ഒറ്റക്ക് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നാട്ടുകാരെ കമ്മിറ്റി, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കമ്മിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ അത് മനസ്സിലായി, പ്രവർത്തനം കണ്ടില്ല, നല്ല പ്രവർത്തനങ്ങളും നല്ല പെരുമാറ്റമാണ്. മുഴുവൻ ആളുകളും ഇതാണ് കമ്മിറ്റിക്കാർ ഉത്തരവാദിത്തം. ഇത് വെച്ച് വിളമ്പി കൊടുക്കുക. ആള് സ്പോൺസർ ചെയ്ത സാധനം തരും, അത് വെച്ച് വിളമ്പി കൊടുക്കുക. വരുന്ന ആൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുക. അത് ഞാൻ കണ്ടു മാഷേ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവ കയറി വന്നപ്പം തന്നെ എന്താന്ന് എവിടെ ചോദിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. മാഷ ഓടി വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ആ നാട്ട് നമ്മളിപ്പം പറയും, നമ്മളെ ഗുരുവിൽ നമ്മളെ പഠിപ്പിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദേശത്തിന്റെ ഉയർച്ച കണ്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ദേശത്തെ ക്ഷേത്രം പോയി നോക്കിയാൽ മതി. അതുപോലെ ഒരു ദേശത്തെ തകർച്ച കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതും ക്ഷേത്രം പോയി നോക്കിയാൽ മതി. അവിടുത്തെ മനുഷ്യന്മാരുടെ മനസ്സ് ഇടുങ്ങിയ മനസ്സായിരിക്കും. 989 മുതൽ ഇവിടെ നാട്ടുകാർ കമ്മിറ്റിയാണ്, ക്ഷേത്ര കമ്മിറ്റി. അത് ഓരോ കൊല്ലവും പുതിയ കമ്മിറ്റി വരും. ജനങ്ങളെ വിളിച്ചിട്ട് അതിൽ നിന്ന് പുതിയ കമ്മിറ്റി എടുക്കും. പക്ഷേ ഈ ഒരു രൂപത്തിലാക്കി എടുത്ത നാട്ടുകാർ തന്നെയല്ലേ? നാട്ടുകാർ കംപ്ലീറ്റ് അത് കാണാനുണ്ട്. കാരണം ഉണ്ടായിരുന്നില്ല. അതെ മാഷേ, ഇവിടെ ഞാൻ കയറി വരുമ്പം തന്നെ ഞാൻ ഇവിടത്തേക്കായിട്ട് വന്നതല്ല, ഇവിടുന്ന് ക്ഷണം സ്വീകരിച്ചിട്ട് തന്നെ വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇവിടുത്തെ പിന്നെ ഒരു ദിവസം വരാമെന്നുള്ള എയിമിൽ നിന്നതായിരുന്നു. പക്ഷെ എന്തോ ആ സമയം എത്തുമ്പോൾ ഞാൻ ഇതിലേക്കൂടെ അപ്പുറം കിടക്കാൻ പോകുമ്പോൾ അതിനെ പോകാൻ വിടുന്നില്ല. തിരിച്ച് ഇങ്ങോട്ടൊക്കെ എന്നെ വലിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു, തെയ്യ സമയത്തല്ലാതെ മറ്റുള്ള സമയത്ത് ദൈവങ്ങൾ ഉണ്ടാവില്ലല്ലോ, അത് ഒരു മാസം കണക്കുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാ തെയ്യുമ്പോൾ തന്നെ ഏകദേശം. പക്ഷെ എനിക്ക് വന്ന് പിന്നെ മെസ്സേജും കാര്യങ്ങളും അയച്ചു കൊടുത്തതിനും പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്തായാലും വരണം, അവിടെ ഒരു ചടങ്ങ്. ഞാൻ വെച്ച് ചെറിയ ഗണപതിയും കാര്യങ്ങൾ രാവിലെ അങ്ങ് കഴിയുമല്ലോ, പിന്നെ ആരും ഉണ്ടാവില്ല, പൂട്ടി കെട്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്നെല്ലാം വെച്ചു. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോക്ക് ഒരു മഹാസദ്യനെല്ലാം കൊടുക്കാൻ വേണ്ടി പോകുന്നു. അത് മാത്രമല്ല സംക്രമ ദിവസങ്ങളിലാണ് നമ്പൂരി വരിക. എല്ലാ മാസവും സംക്രമത്തിലുണ്ട് നമ്പൂരി വരും. പിന്നെ നട തുറക്കും, കർമ്മം കഴിച്ചിട്ട് പോകും. അന്ന് എന്ത് വരുന്ന മുഴുവൻ ആൾക്കും ചായയും പലഹാരവും കമ്മിറ്റിക്കാരെ കൊടുക്കും. കമ്മിറ്റിക്കാരുടെ പങ്കെന്ന് പറഞ്ഞാൽ വെച്ച് വിളമ്പില്ല. ഈ ക്ഷേത്രത്തിന് മുമ്പിൽ അവിടെ ഇല്ലത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ പില്ല മരത്തിന്റെ ഇടയിൽ അല്ലേ? അവിടെ ഒരു ഇങ്ങനെ കുന്ന് കൂടിയ പോലെ കുറെ ഉയർച്ച ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പുനരുദ്ധരണം നടത്തുമ്പോൾ നീക്കിക്കളഞ്ഞു. കാലഹരണപ്പെട്ടു ഇല്ലായിരിക്കും അല്ലേ? പിന്നെ അന്നേരം ഇവിടെ ക്ഷേത്രവും കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. പക്ഷേ ഈ പറമ്പത്തൊരു നിധി ഉണ്ട് കേട്ടോ. അതുണ്ട്. അല്ല, ഇവിടെ ഈ തൊട്ട് ആ പറമ്പിന്റെ പേര് കുഞ്ഞില്ലെന്നാണ്. കുഞ്ഞില്ല. അപ്പൊ ഇത് വലിയ ഇല്ല. അതെ. പക്ഷെ ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇത് രണ്ടും ഒരു
പിതാവിന്റെ മക്കൾ തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. നല്ല കുഞ്ഞില്ല, അതെ, ചെറുതും അത് അനിയനും അങ്ങനെ എന്തൊക്കെ ആയിരിക്കും. പിന്നെ അത് കുറെ കാലം ആ കാലഘട്ടപ്പെട്ട് പോയിട്ട് കാണാം. ഇത് ഇപ്പോഴത്തെ തറവാട്ടുകാർക്ക്. പക്ഷേ ഇവിടെ ശ്രീചക്രം ഉണ്ടോ? ശ്രീചക്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉള്ള കാര്യങ്ങള് അല്ല, പക്ഷേ ഇവിടെ ഒരു ശ്രീചക്ര സാമീപ്യം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് ചോദിച്ചത്. കാരണം ഇവിടുത്തെ പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലമാണിത്. കുട്ടിച്ചാത്തന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണിത്. ഇത് അല്ലേ? പ്രതിഷ്ഠയടക്കം പ്രതിഷ്ഠയാണ്. അങ്ങനെ പോത്തിന്റെ പുറത്തിരുന്നിട്ടുള്ള രൂപമാണോ? അല്ല അല്ല, വെറുതെ ഇരുന്നിട്ടാണോ? വെറുതെ ഇരുന്നിട്ടില്ല. അപ്പൊ അത് നമ്പൂരിക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനമുള്ളൂ. വേറെ ആരും ഞങ്ങളാരും കാണാൻ ശ്രമിക്കാറുമില്ല, ഞങ്ങൾ പോകാറുമില്ല. അല്ല, അങ്ങനെ പോകാതിരിക്കാൻ നല്ലത്. ചിലവര് കണ്ണൊക്കെ അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ണടിക്കുന്നില്ല. നമ്പൂരി പ്രാവശ്യം ഇതിനെ താക്കോല് എന്നെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. നമ്പൂരിന്റെ അനിയൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരാളുണ്ട്. അയാൾ ഒരു സൗകര്യത്തിന് താക്കോല് ഞാൻ പിന്നെ പറ്റില്ല. കാരണം താക്കോല് ഏതിന്റെ പള്ളിയുടെ താക്കോല് ഞാൻ വാങ്ങി സൂക്ഷിക്കാന്ന് പറഞ്ഞാല് എനിക്ക് പറ്റില്ലെന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. എന്തായാലും ഭഗവാൻ നിങ്ങളെ ഈ സമയം എത്ര വയസ്സ്? 74 വയസ്സ്. ഈ രൂപത്തിലാക്കിയതിന്റെ തുടക്കം മാഷാണ് ഞാൻ. ഓ, നന്നായി. ഇപ്പം പ്രായമായതുകൊണ്ട് ഒഴിവായിട്ട് കമ്മിറ്റി വെറും ഒരു മെമ്പർ. എന്നാലും ആ മാഷ് ഓടി വന്നാലും ചെയ്യുന്നില്ലേ? വെറും ഒരു മെമ്പറായിട്ട് നിൽക്കുക. ബാക്കിയൊക്കെ ഇത് പൂട്ടിയില്ല മാഷേ, അത് പൂട്ടിയിട്ടില്ല. അതെ, മനസ്സിലായി. ഇതിന്റെ മുകളിലുള്ള അതാ ഞാൻ നോക്കിയത്. ആളുകൾ കണ്ടു എന്ന് പറയുന്നു. മാത്രമേ ഉണ്ടാവും, ചെറിയ സാധനമാണ്. എനിക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ലേ? സ്വർണ്ണ കളറുള്ള നാഗമാണ്. അത് ഉണ്ട് ഇതിന്റെ മുകളിലുണ്ട്. അത് സാമീപ്യം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതുപോലെ ദേവി പറഞ്ഞ പോലെ സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. തറ കിട്ടിയത് അത് അതെ. പിന്നെ പറ്റാത്ത സമയത്തൊന്നും കുട്ടികളൊന്നും ഇവിടെ വരാറൊന്നുമില്ലല്ലോ. പക്ഷെ മാഷെ ഇവിടെ കുറച്ച് പുഷ്പങ്ങൾ നട്ട് പിടിപ്പിക്കണം. കുറേ ചെടികളെല്ലാം കുട്ടികളോട് പറഞ്ഞിട്ട്. ഇത് അല്ലേ? ഇത് ഉള്ളിൽ തന്നെ ആണല്ലേ? നമുക്കതൊന്ന് കാണാം മാഷേ. ബാ, ഇതാ മണിക്കിണറല്ലേ? മണിക്കിണറല്ലേ? വെള്ളമുണ്ടല്ലേ? ഓഹോ, എന്താ പേര്? ചന്ദ്രൻ അല്ലേ? എവിടെയാണ് സ്ഥലം? പറമ്പായി എന്നല്ലേ? പിന്നെ ഇവിടുത്തെ ആളാണല്ലേ? ചാത്തനെ പോലെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വിളക്കത്തി ചത്തി ചാത്തനെ പോലെ ആയി അല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടുത്തെ നമ്പൂതിരി പോയാ? കർമ്മം കഴിഞ്ഞ് പോയാ? വെള്ളൂരിൽ അല്ല, അവർ പോയാ? ഇവിടെ ഉണ്ടല്ലേ? ഒന്ന് പരിചയപ്പെടാനുള്ള വഴി ഉണ്ടാക്കി തരണം. അതെ അതെ. അങ്ങോട്ട് വേറെന്താ? രഘുവല്ലേ? ഇവിടെ തന്നെയാണോ? കോമരാന്നല്ലേ? ഓ, അങ്ങേ കാണാൻ ഞാൻ നേരത്തെ ഇവർ കോമരം എന്ന് പറഞ്ഞിട്ട് അങ്ങേ കാണാൻ ഭാഗ്യം കിട്ടി. അത് തന്നെ. ഈ നാട്ടിൽ തന്നെയാണ് അല്ല? അങ്ങ് വെള്ളൂരിലത്തിന്റെ കോമര അല്ലേ? അവിടെ ദേവി ഉണ്ടോ? ഇവിടെ തന്നെ. അതേ വെച്ചേ. അത് സ്ഥലം അങ്ങ് വെള്ളൂരിൽ നിന്ന് മാത്രം അല്ലേ? മാഷേ, ഈ ക്ഷേത്രത്തിന്റെ കാലപഴക്കം എത്ര ഉണ്ടാവും? കാലവർഷം പഴക്കം ആർക്കും പറയാൻ പറ്റില്ല. ഇല്ലല്ലേ? ഇത് ക്ഷേത്രം എടുത്ത് മുമ്പിട്ട് ഇതായിരുന്നില്ലല്ലോ? ചെറിയ തറ പോലെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈ ഷേപ്പിന് മാറ്റം പറ്റും. അതെ അതെ. മറ്റൊരു മോന്തായത്തിന് മാറ്റം പറ്റും. അങ്ങനെയുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം പണ്ടേ ഉള്ളു തന്നെ. പുരാതന ക്ഷേത്രം അല്ലേ? നമ്മളിതിന് പരിഷ്കാരം വരുത്തിയേ. ഇതെല്ലാം അതിന് ശേഷം വന്നല്ലേ? ആദ്യം ഉണ്ടായിരുന്നു അല്ലേ? ഒറ്റ ഇതായിരിക്കും അല്ലേ? മോനാന്നല്ലേ? ശാന്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? ശുദ്ധ ഗണപതിയമ്മ? ശുദ്ധ ഗണപതിയമ്മ അല്ലെങ്കിൽ ബാലഗണപതി അങ്ങനെയാ? അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ അവസരം തരണേ. അതെ. ക്ഷേത്രം ഇങ്ങനെ എടുക്കുന്നുള്ളൂ, ഉള്ളിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. എന്താ പക്ഷേ ഹോമകുണ്ടം ആക്കുന്ന സമയത്ത് എടുത്തായിരിക്കും അല്ലേ? മുൻഭാഗത്ത് പോയിട്ട് എടുക്കണം. ഇല്ല, എടുക്കുന്നില്ല. സൈഡിൽ നിന്ന് എടുക്കും. അവർക്കും ഇഷ്ടമുണ്ടായിരുന്നു. അതെ 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 അതെ. എന്തിനാ വെറുതെ?
ഓ ഇതിന് വേറെ തന്നെ തടപ്പള്ളിയൊന്നുമില്ല ക്ഷേത്രത്തിൽ? പക്ഷേ അല്ല ഇപ്പുറം അടുപ്പൂട്ട് കണ്ടോണ്ട് ഈ തൽക്കാലത്ത് ഇന്നേക്ക് വേണ്ടിയില്ല. ഓ അങ്ങനെ മാത്രം ഇന്നേക്ക് വേണ്ടി ഇന്നേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഗണപതി ഹോമം മൃത്യുഞ്ജ ഹോമം ഉണ്ടായിരുന്നു. ആ അത് നടത്താൻ അതിന് വേണ്ടിയുള്ളതായിരുന്നു. അതാണല്ലേ. ബാ ആ അതെ അതെ. പക്ഷെ ഇതുപോലെ ഒരുപാട് വെള്ളിക്കെട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ അതെല്ലാം മുറിച്ച് കളഞ്ഞു. അതെല്ലാം ഈ ചുറ്റി നമുക്ക് മാറ്റിയ. ഓ തന്നെ. കോലം കെട്ട് ഇവിടെ ആ ആ ഇവിടുന്ന് കോലം കെട്ടില്. ആ ഇതൊന്നും ഇവിടെ സങ്കല്പം പോലെ വെറുതെ വെച്ചതാ? വെറുതെ അല്ല കല്ലട കണ്ടിട്ട് വെറുതെ വെച്ചു. ഇതൊക്കെ ഓരോ ഈ സ്റ്റെപ്പും കാര്യങ്ങളും ഓരോ ആൾ ചെയ്തെന്നായിരിക്കുമല്ലോ അല്ലേ? അതെ. ഒക്കെ ഈ പന്തലും കാര്യങ്ങളെല്ലാം ഒരുപാട് വകയിലാണ്. ആ അങ്ങനെ. അവിടെ എന്താ സങ്കല്പം? അവിടെ നമ്മൾ കമ്മിറ്റി ഓഫീസ്. അവിടെയാണ് ഓഫീസ് അല്ലേ കമ്മിറ്റീൻ്റെ? ആ അപ്പുറത്തെ ഭക്ഷണശാല. ഓ അപ്പുറം ഭക്ഷണശാല അല്ലേ? ഭോജനശാലയുടെ ആ കണ്ടു. പക്ഷെ അത് പിന്നെ അത് ആരാ ഇത് ഒക്കെ ചെയ്ത്? കമ്മിറ്റിക്കാരനാണ്. കമ്മിറ്റി നല്ല പ്രവർത്തനമാണല്ലേ? ഇതെന്താ ഇത്? ഈ ബോർഡ് ഓരോ ആൾക്കാരുടെ ആ ലൈറ്റാ? ആ പോയി ആ അതെ. നമസ്തേ. എന്താ പേര്? ദിനേശ്. എവിടെയാ സ്ഥലം? ഇവിടെ തന്നെ. അതെയാ? ഈ ക്ഷേത്രത്തിന്റെ കോമരാണോ? മാണിത്യ കോമരം അല്ലേ? ദിനേശൻ കോമരം. ദിനേശൻ കോമരം. വേറെ എന്താ ചെയ്യുന്നത് അങ്ങ്? ഞാൻ ഏറ്റുകാരനാണ്. പിന്നെ ഭഗവതിയുടെ കോമരനാണോ? കുട്ടിച്ചാത്തൻ വൈരമിനെ അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ ദേവിക്ക് അത്ര വലിയ ഇല്ല. അത് പ്രശ്നത്തിന് പറഞ്ഞാവും അല്ലേ? അങ്ങനെ അല്ല ദേവീനെ കാണുന്നുണ്ട്. അപ്പം പ്രശ്നത്തിൽ പറഞ്ഞാൽ ദേവീൻ്റെ മറ്റൊന്നും വേണ്ട. അത് ഇവിടെ കഴിക്കില്ല. ഇല്ല അല്ലേ? സാധാരണ ഒരുപാടുണ്ട്. 50-60 നേർച്ചയുണ്ട്. അതെ. ആ ഈ ഒരു വർഷം മാർച്ച് മാസം തന്നെ എല്ലാം ഉണ്ടാവില്ല? മാർച്ച് ലാസ്റ്റ് 29, 30, 31 അല്ലേ? ഏതായാലും അങ്ങേ കാണാൻ കിട്ടിയതിന് ഭാഗ്യം തന്നെ, സന്തോഷം. പിന്നെ എല്ലാ സംക്രമത്തിലും അങ്ങ് ഇവിടെ കോമരം ഇല്ലല്ലോ? ഇല്ല, ഞാൻ ഏടിയും പോക്കില്ല. വീട്ടിൽ തറവാട് കോമരം ഇവിടെ മാത്രം അല്ലേ? ഇവിടെ മാത്രം. എൻ്റെ സഹായിക്ക് തെയ്യത്തിന് പുറത്തിലെ കോമരത്തിന് ഞാൻ. പിന്നെ അതല്ല ഇപ്പം പണിക്ക് പോകുന്നുണ്ട് അല്ലേ? അല്ല ഇത്ര വയസ്സായതുകൊണ്ട്. എത്ര വയസ്സായി? ചെറിയ വയസ്സായി. നമ്പർ ഒന്ന് കൊടുക്കാൻ. ഇല്ല, നമ്പർ കയറണേ. യാത്ര
പുണ്യയാത്ര പുണ്യയാത്ര. ഈ മരം ഇല്ലേ, ഈ മരം എത്ര പോലത്തെ ഒരുപാട് കാലത്ത് പക്കുണ്ടാവും. നമ്മളൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല, അതേ മുമ്പേ ഉണ്ടാവും. ഒരു 100 പോലെ എണ്ണേരുണ്ടാവും അല്ലേ? ആ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ? ആ അതെ അതെ. മാഷേ ഈ മരം ഇല്ലേ? ഈ മരം ഞങ്ങൾക്ക് ഭയം കൊണ്ടായതൊന്നും ചെയ്യാത്ത കെട്ടി സംരക്ഷിച്ച എത്ര കാലം മുമ്പുള്ളതെന്നറിയില്ല. അതെ, ഇത് അതെന്തായാലും 100 കൊല്ലത്തിന് മേലെ ഉണ്ടാവും അല്ലേ? ഓ, എൻ്റെ എല്ലാം എത്രയോ ഓർമ്മക്ക് മുമ്പിൽ മരമാണിത്. ഈ മരമുണ്ട് അന്നേരം ഇങ്ങനെ തന്നെയല്ല, ഇങ്ങനെ ഇതേ കോലത്തിലാണ്. അതെ, ഒന്നും ചെയ്ത് ഭയപ്പെട്ടില്ല, കാരണം ഇതിനുള്ളിൽ എന്താ ഉണ്ടെന്ന് ഞാൻ ആ അതെ അതെ അതെ. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആ മരത്തിന്. പക്ഷെ അത് നശിച്ചു പോകുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല, വണ്ണം വെക്കുന്നില്ല അല്ലേ? അതിൻ്റെ കൂടെ തന്നെയുള്ള മരം തന്നെ, അതിൻ്റെ തൊട്ടപ്പുറമുള്ള അപ്പുറത്ത് പാലം മുറിക്കാണ് ഇത് വീണ് പിടിച്ചില്ല. ആ ആ, ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതല്ലേ? ആ അല്ല, ആ മരത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, അത് നോക്കട്ടെ നിങ്ങൾ. തേക്കാണെന്നാണ് സംശയം. ആ അതെ അതെ, പക്ഷേ മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാവില്ല.